15,000-ന് മുകളിൽ വോട്ടിന് പരാജയപ്പെട്ടിട്ടുള്ള അനവധി മണ്ഡലങ്ങളുണ്ട്. തളിപ്പറമ്പിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. AM ഷംസീറാണ് കഴിഞ്ഞ പ്രാവശ്യം തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. അന്ന് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന MB അരവിന്ദാക്ഷൻ 36,801 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് തന്നെ. ഇതിനോടടുപ്പിച്ചൊരു ഭൂരിപക്ഷത്തിന് വേറെ ആരും പരാജയപ്പെട്ടിട്ടില്ല എന്നൊരു വസ്തുത നിലനിൽക്കെ തന്നെയാണ് TH ഫിറോസ് ബാബു ഇത്രയും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ പരാജയപ്പെട്ടത്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 11 സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും പരാജയപ്പെട്ടതിന് ശേഷം ആ നിയോജക മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി KPCC മനസ്സിലാക്കണം. നമസ്കാരം. 2026 ഏകദേശം ഏപ്രിൽ മാസത്തോടു കൂടി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2021 ഇതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടുകൾക്ക് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 15,000-ന് മുകളിൽ വോട്ടിന് പരാജയപ്പെട്ടിട്ടുള്ള അനവധി മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞു പോകാൻ സാധിക്കുന്ന ഒരു 10 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒരു 10 മണ്ഡലങ്ങൾ വെച്ചാൽ 10 മണ്ഡലങ്ങൾ പറയാനുള്ളൊരു സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരുപാട് മണ്ഡലങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തളിപ്പറമ്പിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അന്ന് MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ 2021 മത്സരിച്ചത് അബ്ദുൾ റഷീദാണ്. അന്ന് അബ്ദുൾ റഷീദ് പരാജയപ്പെട്ടത് 22,689 വോട്ടുകൾക്കാണ്. അതുകൂടാതെ പിന്നീട് അടുത്ത് വരുമ്പോഴത്തേക്ക് തലശ്ശേരിയാണ്. തലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയ കോൺഗ്രസിൻ്റെ ഒരു കുത്തക സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. നമ്മുടെ AM ഷംസീറാണ് കഴിഞ്ഞ പ്രാവശ്യം തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. അന്ന് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന MB അരവിന്ദാക്ഷൻ 36,801 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. അതായത് ഇപ്പോഴത്തെ നിലവിലെ സ്പീക്കറായിട്ടുള്ള AN ഷംസീറിനോട്. AN ഷംസീർ ഇപ്പം 2 പ്രാവശ്യം പൂർത്തിയാവുകയാണ് തലശ്ശേരി. അപ്പോൾ ഈ തലശ്ശേരി പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള വലിയ വാദങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 36,801 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് MP അരവിന്ദാക്ഷൻ. ഇനി ഒരുപക്ഷെ അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പരാജയം ഉണ്ടാകുമോ എന്നുള്ളത് നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൂടാണ്ട് പിന്നെ ബാലുശ്ശേരിയിൽ ശ്രീ ധർമ്മജൻ ബോൾഗാട്ടിയാണ് മത്സരിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് തന്നെ. സച്ചിൻ ദേവിനെതിരായിട്ട് ബാലുശ്ശേരിയിൽ പോയിരുന്നു മത്സരിക്കുന്നു. വളരെ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങുന്നു അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക്. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ പാർട്ടി പ്രവർത്തകർക്ക്. പക്ഷേ ഇത് ബാലുശ്ശേരിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന സിനിമാ നടനെ അവിടെ ആളുകൾക്ക് പ്രചരണത്തിന് പോലും കിട്ടത്തില്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുന്ന രാവിലെ ഒരു 10 മണി തുടങ്ങി 6 മണി വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ കാണത്തില്ല, എവിടെയാണെന്ന് വരെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകളെ കാണാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് ഇറങ്ങുന്നത് രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങും. 7 മണി തുടങ്ങി ഒരു 11 മണി വരെ പ്രചരണം നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണ് ഇവർ പ്രചരണത്തിന് ഇറങ്ങുന്നത്. പിന്നെ ഒരു 3 മണിക്കൊക്കെ ശേഷമാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയം കൂടിയാണത്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ധർമ്മജൻ ബോൾഗാട്ടിയോടെ പോയി മത്സരിക്കുകയും അവിടുത്തെ ബാലുശ്ശേരിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ മനോവീര്യത്തെ കെടുത്തത്തക്ക രീതിയിലാണ് അദ്ദേഹം അവിടെ മത്സരിച്ചതും പ്രവർത്തിച്ചതും എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ 20,372 വോട്ടുകൾക്കാണ് ധർമ്മജൻ ബോൾഗാട്ടി പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതുപോലത്തെ അബദ്ധങ്ങൾ ഇനിയും കോൺഗ്രസ് കാണിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ ഷൊർണൂരിലേക്ക് വരുന്ന സമയത്ത് ഷൊർണൂരിൽ TH ഫിറോസ് ബാബു ആണ് അവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിച്ചത്. അവിടെ യാതൊരു മത്സരം കാഴ്ചവെക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 36,674 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ഇത്രയും വലിയൊരു വോട്ടുകളുടെ പരാജയം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഷൊർണൂർ ഇതിനോടടുപ്പിച്ചൊരു ഭൂരിപക്ഷത്തിന് വേറെ ആരും പരാജയപ്പെട്ടിട്ടില്ല എന്നൊരു വസ്തുത നിലനിൽക്കെ തന്നെയാണ് TH ഫിറോസ് ബാബു ഇത്രയും വലിയൊരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ പരാജയപ്പെട്ടത്. അവിടെ നമ്മൾ നേരെ വടക്കാഞ്ചേരിയിലേക്ക് വരുമ്പോഴത്തേക്ക് അനിലക്കര ആദ്യം വിജയിച്ചത് തന്നെ 47 വോട്ടുകൾക്കാണ് അദ്ദേഹം ആദ്യം വിജയിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വടക്കാഞ്ചേരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വടക്കാഞ്ചേരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. പണ്ട് K മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മന്ത്രിയാവാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം മത്സരിച്ച സ്ഥലമാണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല കോൺഗ്രസ് അനുകൂല, അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് ഈ വടക്കാഞ്ചേരി. ആ വടക്കാഞ്ചേരിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിലക്കര 2021 അവിടെ ഏകദേശം 15,167 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഒല്ലൂർ മത്സരിച്ചിട്ടുള്ള ഒല്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തകയായിട്ടുള്ള സ്ഥലമാണ് ഈ ഒല്ലൂർ എന്ന് പറയുന്നത്. ആ ഒല്ലൂർ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെ അന്ന് മത്സരിച്ചിരുന്നത് മന്ത്രി K രാജനാണ്.
CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്ന ശ്രീ ജോസ് വള്ളൂരാണ്. ജോസ് വള്ളൂർ അന്ന് നേടിയ വോട്ടെന്ന് പറഞ്ഞാൽ 55,151 വോട്ടാണ്. എന്നാൽ കെ രാജൻ മിനിസ്റ്റർ നേടിയത് 76,657 വോട്ടാണ്. ഏകദേശം 21,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ഒല്ലൂരിൽ പരാജയപ്പെട്ട ജോസ് വള്ളൂരിനെയാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളുണ്ടോ ആ നിയോജക മണ്ഡലങ്ങളിലെ എല്ലാം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി കോൺഗ്രസിന്റെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് ലിസ്റ്റ് കൊടുത്തേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിനൊക്കെ, അത് പ്രത്യേകിച്ച് ഒല്ലൂർ ഇതിനു മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് 21,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം പരാജയപ്പെട്ടത്. ആ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് തന്നെ വീണ്ടും ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടി നടപ്പാണ്. ഇങ്ങനെയുള്ളവരൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അത് നമുക്ക് ഒടുക്കം പറയാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ EM അഗസ്തി ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ റിട്ടയർമെന്റ് ഒക്കെ അടുത്ത് പ്രഖ്യാപിച്ചിരുന്നു. കാരണം അദ്ദേഹം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് പോയി മത്സരിച്ചിരുന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് പോയി മത്സരിച്ചിട്ട് അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഉടുമ്പൻചോലയിൽ മണിയാശനോട് തോറ്റത് 38,305 വോട്ടുകൾക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല ഉറപ്പായിട്ടും കോൺഗ്രസ് വിജയിക്കുമെന്ന് മലയാള മനോരമ അവരുടെ സർവേയിൽ തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് മണിയാശൻ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് രാവിലെ വോട്ടുപെട്ടി തുറക്കുന്നത്. വോട്ടുപെട്ടി തുറന്ന് ആ ആദ്യത്തെ മിനിറ്റ് മുതൽ വോട്ടെണ്ണി ഇത്രയും വലിയ 38,305 എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ മണിയാശാൻ ജയിക്കുന്ന സമയം വരെ മണിയാശാൻ തന്നെയാണ് മുന്നിട്ട് നിന്നിരുന്നത്. അത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ വോട്ടെണ്ണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ആ സ്ഥാനാർത്ഥി മുമ്പിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അഗസ്തിയെ സംബന്ധിച്ചിട്ട് അഗസ്തി വീണ്ടും ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് രമേശ് ചെന്നിത്തല അഗസ്തിയെ കാണുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹം തിരിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും മത്സരത്തിന് ഇറങ്ങുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇറങ്ങിയാൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് കുറച്ചു കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കഴക്കൂട്ടത്ത് SS ലാൽ. ഈ ഒരു മത്സരത്തെ മാത്രമേ നമുക്ക് 23,497 വോട്ടിന്റെ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും നമുക്ക് അവിടെ ഒന്നും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അവിടെ CPM അതുപോലെ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുള്ള, അത് കഴക്കൂട്ടം മാത്രമല്ല കേട്ടോ, തലശ്ശേരി എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് എന്ന് പറയുന്നതും CPM ഭയങ്കരമായിട്ടുള്ള ആധിപത്യമുള്ള 2 സ്ഥലങ്ങളാണ്. അതുപോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. കഴക്കൂട്ടത്ത് ശ്രീ SS ലാൽ പരാജയപ്പെട്ടത് 23,497 വോട്ടുകൾക്കാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ SS ലാലിനെ പോലെയുള്ള ആളുകളെയൊക്കെ മറ്റേതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു ഷുവർ സീറ്റിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിക്കാം. അത് ഫൈറ്റുള്ള സീറ്റ്, എന്നാൽ ഒരിക്കലും ജയിക്കാത്ത സീറ്റ് കൊണ്ട് നിർത്താൻ പാടില്ല. എന്നാൽ ഫൈറ്റുള്ള സീറ്റിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ വിജയിച്ച് കയറി പോരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. റെഡ് ക്രോസിൻ്റെ ഒക്കെ ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, ഗ്ലോബലി വർക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഈ SS ലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ SS ലാലിനൊക്കെ മാക്സിമം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല എന്നൊരു പക്ഷമാണ് എനിക്കുള്ളത്. അതുകൂടാതെ തന്നെ പുതുക്കാട് സുനിൽ അന്തിക്കാട് എന്ന് പറയുന്ന ഒരാളാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 27,253 വോട്ടുകൾക്കാണ് സുനിൽ അന്തിക്കാട് പരാജയപ്പെടുന്നത്. ഈ പുതുക്കാടും ഈ പറഞ്ഞ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വരുന്നൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ നേരെ കയ്പമംഗലത്തേക്ക് പോകുന്ന സമയത്ത് കയ്പമംഗലത്ത് ശോഭാ സുബിൻ 22,698 വോട്ടുകൾക്കാണ് ശോഭാ സുബിൻ പരാജയപ്പെട്ടത്. ഈ കയ്പമംഗലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CPMന്റെ ആധിപത്യമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടുത്തെ ശോഭാ സുബിൻ്റെ ആ ഒരു പരാജയം അത്ര വലിയൊരു പരാജയമാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അതിന് മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു അതിലും വലിയ രീതിയിലുള്ള വോട്ടുകൾക്കൊക്കെ അവിടെ UDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ പിന്നെ ഉള്ളത് സുനിൽ ലാലൂരാണ്. സുനിൽ ലാലൂർ പരാജയപ്പെട്ടിരിക്കുന്നത് 28,431 വോട്ടുകൾക്കാണ്. നാട്ടികയും ഏകദേശം ഇടതുപക്ഷത്തിന്റെ ഒരു കുത്തക സീറ്റുകൾ തന്നെയാണ് ഈ നാട്ടിക എന്ന് പറയുന്നതും. അവിടെ 28,431 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ ഭൂരിപക്ഷം തന്നെയാണ്. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന സമയത്ത് അവിടെ MP ജാക്സൺ, അദ്ദേഹത്തിന് ഒരു സഹകരണ ബാങ്ക് ഒക്കെ ഉണ്ട്. സഹകരണ ബാങ്കിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ആ ഒരു സഹകരണ ബാങ്കിന്റെ ഒക്കെ ആളായതുകൊണ്ട് വിജയിച്ച് കയറി പോരാം എന്നൊക്കെയുള്ള ഒരു അമിതമായ ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഓവർ കോൺഫിഡൻസ് ഒന്നും ഒക്കെ വെറുതെ ആയി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ MP ജാക്സൺ കൊടുങ്ങല്ലൂർ പരാജയപ്പെടുന്നത് 23,893 വോട്ടുകൾക്കാണ്. അതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് കളയാൻ പറ്റുന്നൊരു സ്ഥലമല്ല. പിന്നെയുള്ളത് പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി പരാജയപ്പെട്ടിരിക്കുന്നത് 17,974 വോട്ടുകളാണ്.
പട്ടാമ്പിയൊക്കെ ഇതിനു മുമ്പ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള മണ്ഡലം തന്നെയാണ് പട്ടാമ്പി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പലപ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഈ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കയ്പമംഗലത്തൊക്കെ മുഹമ്മദ് ആസിഫിനെ പോലുള്ള KSUവിന്റെ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വൈശാഖ് നാരായണസ്വാമി, മറ്റേ വടക്കാഞ്ചേരിയിൽ ഇവരൊക്കെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലിയ വിജയസാധ്യതകളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ആൻ സെബാസ്റ്റ്യനൊക്കെ ആണെങ്കിൽ പുതുക്കാട് മത്സരിപ്പിക്കാം, അതോടൊപ്പം തന്നെ ഉല്ലൂരൊക്കെ മത്സരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 7-8 സീറ്റെങ്കിലും പിടിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കാതെ വരുന്ന പക്ഷം കോൺഗ്രസിന് ഒരിക്കലും സംസ്ഥാന തലത്തിൽ UDF അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം തൃശ്ശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ വേണ്ടിയിട്ട്. മറിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 21,000 വോട്ടിന് തോറ്റുപോയിട്ടുള്ള ജോസ് വള്ളൂരും അല്ലെങ്കിൽ 23,000 വോട്ടിന് തോറ്റുപോയിട്ടുള്ള മറ്റാളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് CPM പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ LDF പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഓർമ്മ വെക്കേണ്ടത്. UDF നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക, എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് സൈഡിലേക്ക് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ ഏകദേശം ഒരു 11ഓളം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് 15,000-ന് മുകളിൽ തോറ്റ സ്ഥാനാർത്ഥികളെക്കുറിച്ചും മണ്ഡലത്തെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തലനരച്ച നേതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് യുവാക്കൾക്ക് അവസരം നൽകിക്കൊണ്ട്, നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിനെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള ആളുകളെ കൂടുതലായിട്ട് മത്സരിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേണുകളെ മനസ്സിലാക്കി അതിനനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്നെന്ന് പറയുന്നത് 20,000-നും അതുപോലെ തന്നെ 15,000-നും ഒക്കെ മുകളിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ അതേ മണ്ഡലങ്ങളിലേക്ക് വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുൻപ് വിജയിച്ചു വന്നിട്ടുള്ള അതേ മണ്ഡലത്തിൽ തന്നെ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികളെയും അവിടെ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള MLA-മാരെയും ഒക്കെ കൂടുതൽ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും യഥാർത്ഥത്തിൽ അവരെ തന്നെ വീണ്ടും അതേ മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചാൽ. അല്ല, ഇതിനൊരു വേറൊരു വാസ്തവം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ പരാജയപ്പെട്ടത്. എന്നാൽ ആ CR മഹേഷ് 2016 മുതൽ 2021 വരെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വളരെ വലിയൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 11 സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും പരാജയപ്പെട്ടതിന് ശേഷം ആ നിയോജക മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി KPCC മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം.